ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാന്യായ അധ്യക്ഷൻ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തബാധിത കുടുംബങ്ങൾ മനുഷ്യൻ സാധാരണ സ്വപ്നം കാണുന്നവരാണ്. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ആ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിച്ചവരുണ്ടാവും. എന്നാൽ അവരുടെ മനുഷ്യനെ നടുക്കും തരത്തിലുള്ള ദുരന്തത്തിനാണ് അവരിരയായത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ കുടുംബങ്ങൾക്കാകെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് എന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ കണ്ടിരുന്നു, അപൂർവം ചിലർ അവർക്ക് സ്വന്തമായി പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ തടസ്സം നിൽക്കേണ്ടതില്ല. അതിനെ സഹായിക്കാവുന്ന നിലയിൽ സഹായിക്കാമെന്നും ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ തുടങ്ങുമ്പോൾ നമുക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല ഈ പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ധാരാളം വരുമല്ലോ. എല്ലാവരും ഈ ആശയത്തോട് അനുകൂലിച്ചു. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. മാത്രമല്ല, എണ്ണം പറഞ്ഞുകൊണ്ട് ഇത്ര വീടുകൾ ഞങ്ങളുടെ വക നൽകാൻ തയ്യാറാണ് എന്നും ആ ഘട്ടത്തിൽ അറിയിക്കുകയുണ്ടായി. എല്ലാം കൂടി വന്നപ്പോൾ
നല്ല നമ്പറുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് ഈ വീടുകൾ നിർമ്മിക്കുക, ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന വാഗ്ദാനം സംസ്ഥാനം നൽകുകയാണ്. അപ്പോൾ അത് നടപ്പാക്കേണ്ടതാണ്. ഈ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർ അത് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്രയും വീടുകൾ ഒഴിച്ചിടാനാവില്ല. കാരണം എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒരേ രീതിയിൽ നടത്താനാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് മുഴുവൻ നിറവേറ്റാനാകുന്നില്ല എന്നൊക്കെ വന്നാൽ അതിൻ്റെ കുറവ് വീട് നിർമ്മാണത്തെ ബാധിക്കില്ല. എല്ലാ വീടുകളും നിർമ്മിക്കുക, അത് സംസ്ഥാനം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. അത് പൂർണ്ണമായി നിറവേറ്റാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട് എന്ന നിലപാട് എല്ലാവരുമായും പങ്കുവച്ചിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവരുടെ മുന്നിലും ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും വാഗ്ദത്തം ചെയ്തവരിൽ ഒട്ടേറെ പേർ മാതൃകാപരമായി തന്നെ അത് നിറവേറ്റാൻ തയ്യാറായി. നല്ല സഹകരണം, നല്ല പിന്തുണ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ വന്ന കാലതാമസത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇവിടെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 13 പട്ടികവർഗ കുടുംബങ്ങൾ, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് മേപ്പാടി പുതിയ വില്ലേജ് പരിസരത്ത് 5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ പട്ടയവും ഇന്ന് കൈമാറുന്നുണ്ട്. സാധാരണയായി വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, അവരെല്ലാവരുടെയും സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ, അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള
ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒട്ടും എളുപ്പമായിരുന്നില്ല നമ്മുടെ യത്നം എന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായി ഒരു രാത്രി കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്ന അവസ്ഥ, ജീവനോപാധികൾ ഇല്ലാതാകുന്ന നില, ശാരീരികമായ അവശതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, അങ്ങനെ ഒട്ടേറെ യാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെയാണ് ആ ദുരന്തം ബാക്കി വെച്ചത്. ഏത് നാടും പകച്ചു നിന്നു പോകുന്ന ഘട്ടമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. മരുന്ന് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ മാനസികമായ വേദനകൾക്ക് മരുന്ന് പരിഹാരമല്ല. ആ വേദനകളിൽ പരസ്പരം ആശ്വാസമാകാൻ കഴിയും. പല നഷ്ടങ്ങളും നികത്താൻ നമുക്കാവില്ല. പക്ഷേ സാമീപ്യം കൊണ്ട് മനുഷ്യരെ ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ സഹായിക്കാൻ കഴിയും. അതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെ സവിശേഷത. ആ സവിശേഷതയാണ് മുണ്ടക്കൈ ചൂരൽമല അതിജീവനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. അതായിരുന്നു ഈ അതിജീവനം. ഇവിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടായി. അങ്ങനെ എത്രയെത്ര പ്രതിലോമകരമായ ഇടപെടലുകൾ. ദുരന്തമുണ്ടായ ആദ്യ ആഴ്ചയിൽ തന്നെ ചിലരതിന് തുടക്കമിട്ടു. നമ്മുടെ നാട്ടിൽ യഥാർത്ഥ കാര്യങ്ങൾ നാട്ടുകാരുടെയും ജനങ്ങളുടെയും മുന്നിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആ ധർമ്മം ഏറ്റെടുക്കേണ്ട മാധ്യമങ്ങൾ പോലും വ്യാജം ചമച്ചുകൊണ്ട് പുനരധിവാസ പദ്ധതിയെ ഒരു തരത്തിൽ
ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇവിടെ എല്ലാ ഘട്ടത്തിലും ലോകത്താകെ ഉണ്ടായ മഹായുദ്ധങ്ങളിൽ പോലും യുദ്ധനീതി എന്ന ഒന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം കണ്ടത് ഈ പുനരധിവാസ പദ്ധതിക്കെതിരെ ഒരു തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള ചിലരുടെ ഇടപെടലുകളാണ്. അതിൽ ലോകത്ത് കാണുന്ന യുദ്ധനീതി പോലും കണ്ടില്ല. എത്ര ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നത് എന്നത് നാം അനുഭവത്തിലുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി ഓർക്കേണ്ടതാണ്. ഉരുൾപൊട്ടലുണ്ടായ ഘട്ടം അവരെ ആരെയും കാത്തു നിൽക്കാതെ നാടും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കണ്ടു. അതോടൊപ്പം പോലീസ് മുതൽ സൈന്യത്തെ വരെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിന്, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എല്ലാമുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാ സേനാ വിഭാഗങ്ങളും എത്തുന്ന നിലയുണ്ടായി. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ നമ്മുടെ നാടും ജനങ്ങളും ഒന്നടങ്കം തയ്യാറായി. നമ്മുടെ നാട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ ഐക്യം പ്രകടമായിരുന്നു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ, ഓഫ് റോഡ് ഡ്രൈവർമാർ, അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്തു. അതിവേഗം ക്യാമ്പുകൾ സജ്ജമായി. ഭക്ഷണവും അവശ്യ സാധനങ്ങളും മാത്രമല്ല, മരുന്നും വൈദ്യസഹായവും, അതോടൊപ്പം ജീവിതം വീണ്ടെടുക്കുന്നതിനുള്ള കൗൺസിലിങ്ങും ഓരോരുത്തർക്കും പ്രത്യേകമായി നൽകുകയുണ്ടായി. അതോടൊപ്പം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഉണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായി മന്ത്രിമാർ ഈ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അവസ്ഥ വന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് മേൽനോട്ടം വഹിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വിശദമായ അവലോകന യോഗങ്ങൾ, ആ യോഗങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതിലുയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കൽ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. മരണപ്പെട്ടവരെ സംസ്കരിക്കുന്നതിനും കൃത്യമായ സംവിധാനം ഒരുക്കി. പുത്തുമലയിൽ തന്നെയുള്ള എസ്റ്റേറ്റ് ഭൂമി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുത്ത് അവിടെ ശ്മശാനം സജ്ജമാക്കി. ഈ ഏറ്റെടുത്ത ഭൂമിയിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ സർവമത പ്രാർത്ഥന നടത്തിയാണ് മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും സംസ്കരിച്ചത്. ആ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന കണക്കുകളുണ്ട്. അതെല്ലാം വല്ലാത്ത അസുഖകരമായ ഓർമ്മകൾ ഉണർത്തുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ക്യാമ്പുകളിലേക്കും സഹായപ്രവാഹമുണ്ടായി. ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ, കുഞ്ഞുങ്ങൾക്കുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ ഓരോ വ്യക്തിയും അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി. ക്യാമ്പുകളിലുള്ളവരെ
ഇവിടെ പറഞ്ഞതുപോലെ വാടക വീടുകളിലേക്കും താമസിക്കാൻ പറ്റുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങളെ ആകെ ക്യാമ്പുകളിൽ നിന്നും സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറ്റാൻ നമുക്കായി. ഉപയോഗിക്കാതെ കിടന്ന സർക്കാർ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്ത് നൽകുന്ന നിലയുണ്ടായി. വാടകയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ വാടക നൽകുന്നതിനും സംവിധാനം ഏർപ്പെടുത്തി. ഒരു കുടുംബത്തിന് 6000 രൂപ വീതം അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ പറഞ്ഞതുപോലെ ഈ വീടുകളിൽ കയറുന്നത് വരെ അത് മുഴുവൻ കുടുംബങ്ങൾക്കും നൽകുന്നതാണ്, നൽകി വരുന്നുണ്ട്, നൽകുകയും ചെയ്യും. ഈ ഇനത്തിൽ ഇതുവരെയായി 6 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. ദുരന്തബാധിതർക്ക് ഉപജീവനത്തിനായി ഓരോ മാസവും ആനുകൂല്യം നൽകി. 17,20,00,000 രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിച്ചത്. സമാശ്വാസ ധനസഹായമായി 13 കോടി രൂപ, അടിയന്തര ധനസഹായമായി 1,30,00,000 രൂപ അതെല്ലാം വിതരണം ചെയ്തു. ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയ 21 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് സഹായം നൽകുന്നതിന് 2 കോടി രൂപയാണ് ചെലവഴിച്ചത്. 858 കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണും നൽകുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ സമാനതകളില്ലാത്ത സഹായപ്രവാഹമാണ് ഉണ്ടായത്. 773,98,00,000 രൂപ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സംഘടനകൾ, വ്യക്തികൾ എല്ലാം സഹായഹസ്തം നീട്ടി. ഇതര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കർണാടക, ആന്ധ്ര സർക്കാരുകൾ 10 കോടി രൂപ വീതം, തമിഴ്നാട്, രാജസ്ഥാൻ സർക്കാരുകൾ 5 കോടി രൂപ വീതം സംഭാവനയായി നൽകി. ദുരന്തബാധിതരുടെ വായ്പാ കുടിശ്ശികകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗം ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. ആ വായ്പാ കുടിശ്ശിക വിവിധ ബാങ്കുകളിലായിരുന്നു. അത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ ഹൈക്കോടതി അതിലിടപെട്ടു. അതിശക്തമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ നിശ്ചിത കാലാവധി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചെങ്കിലും അത് നീട്ടി പോകുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. ആ സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ആ വായ്പാ കുടിശ്ശിക ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുക 18,75,00,000 രൂപ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു അടുത്ത കടമ്പ. ജനകീയ കൂടിയാലോചനയിൽ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ അഭിപ്രായം തേടി. ആ കാര്യങ്ങളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 31 ഇടങ്ങളിലാണ് ഭൂമി മാർക്ക് ചെയ്തത്.
അവയെല്ലാം വിശദമായി പരിശോധിച്ചു. അങ്ങനെ പട്ടിക 9 ചുരുക്കി. പിന്നീട് പുനരധിവാസത്തിന് അർഹതയുള്ളവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ തീരുമാനമെടുത്തു. ആദ്യഘട്ടമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ഒരു കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമി വീതവും മറ്റ് പൊതു സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചും 410 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാകുമെന്ന് കണ്ടെത്തി. അങ്ങനെ വന്നപ്പോൾ പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് 2024 ഒക്ടോബർ പുറപ്പെടുവിച്ചു. നവംബറിൽ ഫേസ് 1 ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് കോടതി വ്യവഹാരമുണ്ടായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന് അല്പനാൾ തടസ്സം നേരിട്ടു. ഹൈക്കോടതി അനുമതി ലഭിച്ചു. അതിനെ തുടർന്ന് റെക്കോർഡ് വേഗത്തിലാണ് വില നിർണ്ണയവും സർവേ നടപടികളും പൂർത്തിയാക്കിയത്. 2025 ഏപ്രിലിൽ 44,33,00,000 രൂപ കോടതിയിൽ കെട്ടിവെച്ചു. അന്നേ ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി. ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചു. ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ നിലവിലെ കണക്കുകളനുസരിച്ച് 402 കുടുംബങ്ങളിലെ 1662 പേരാണ് ഇവിടെ താമസിക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അതിൻ്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ ആക്രമിക്കാൻ തയ്യാറായവരുണ്ട്. ഊരാളുങ്കലിൻ്റെ ചരിത്രവും വളർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂലി അടിമത്തത്തിൽ നിന്നും തൊഴിലാളികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ തുടങ്ങിവെച്ച സ്ഥാപനമാണത്. ആ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി അങ്ങനെയാണ് പടിപടിയായി മുന്നേറിയത് എന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലം വേനൽക്കാലം എന്ന വ്യത്യാസമില്ലാതെയാണ് കഴിഞ്ഞ കാലത്ത് മഴയുണ്ടായത്. ഇപ്പോൾ വേനൽ മഴ ശക്തമായി, തുറന്നു വന്ന കാലവർഷം ശക്തമായി, തുലാവർഷവും നല്ല രീതിയിലുണ്ടായി. ഇതൊക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ മുൻപോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ടൗൺഷിപ്പ്. അതിൻ്റെ ഭാഗമായ ഓരോ തൊഴിലാളിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രമേശൻ്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സിയാലിൻ്റെ MD സുഹാസിനെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം ക്രിയാത്മകമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അനിതരസാധാരണമായ വൈഭവമാണ് നമ്മുടെ ഇവിടുത്തെ കലക്ടർ ഈ കാര്യങ്ങളിലെല്ലാം കാണിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ അവരിതിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ പഴയ ചീഫ് സെക്രട്ടറി വേണു ആയാലും ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ആയാലും ഇവരെല്ലാം നല്ല നിലക്ക് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെ കീഴിലുള്ള സംഘം ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ജയതിലകനെയും ആ ടീമിന് നേതൃത്വം കൊടുത്ത ജയതിലകനെയും
ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇവിടെ ടൗൺഷിപ്പ് കൊണ്ട് വിഭാവനം ചെയ്തത് നമ്മളിവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് കുറച്ച് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ കൂടുതൽ മെച്ചപ്പെട്ട ഒരാവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കുക, അതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണത്തിൻ്റെ അടിസ്ഥാന തത്വം. അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കപ്പെടുന്ന രീതിയിലാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ വീടുകളോടൊപ്പം പൊതുസൗകര്യങ്ങളായ കമ്മ്യൂണിറ്റി ഹാൾ, ഡിസാസ്റ്റർ ഷെൽട്ടർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഡിസാസ്റ്റർ മെമ്മോറിയൽ, കടമുറികൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തടയണയും ജലാശയവും, 10 സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഭൂഗർഭ വൈദ്യുതി വിതരണ ശൃംഖല, വെള്ളം ഒഴുക്കുന്നതിന് ഡ്രെയിനേജ് സംവിധാനം, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, ഓരോ വീട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ 2 kV കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ്, അത് വേണമെങ്കിൽ അവർക്ക് കൂടുതൽ ശേഷി വർദ്ധിപ്പിക്കാനാവും. ഇവയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 5 സോണുകളായിട്ടാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത്. ഇതിൽ 35 ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്തിന് ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡ്, ആ റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകളുള്ളത്. നടുമുറ്റം പോലെയുള്ള ഈ ഗ്രീൻ സ്പേസ് മുതിർന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിന് ഉപകരിക്കും, കുട്ടികൾക്ക് കളിക്കുന്നതിന് ഉപകരിക്കും, എന്തെങ്കിലും ചില പ്രത്യേക ആവശ്യങ്ങൾ വന്നാൽ വേണമെങ്കിൽ ഒരു ചെറിയ കൂടിച്ചേരാനുള്ള സ്ഥലമായിട്ടത് ഉപയോഗിക്കാം. അതോടൊപ്പം ചെറിയൊരു അടുക്കളത്തോട്ടമായി ഉപയോഗിക്കുന്നതിനും ഇത് സഹായകമാണ്. 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ക്ലസ്റ്ററും. 7 സെൻറ്റാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകൾ. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ കയറി നോക്കി. അപ്പോൾ മുൻഭാഗവും പിൻഭാഗവും അത്യാവശ്യം വേണ്ട സ്ഥലമുണ്ട്. ഈ വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകളിൽ ഓരോ ഭൂമിക്കും പ്രത്യേകം പട്ടയം നൽകും. വീടുകളും പൊതുനിർമ്മിതികളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഓരോ വീടും 90 സെൻറ്റിമീറ്റർ വീതിയുള്ള 9 കോൺക്രീറ്റ് ഭിത്തികളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തറനിരപ്പിലും റൂഫ് ലെവലിലും മേൽക്കൂര ലെവലിലും 1.5 അടി ഉയരത്തിൽ ബീമുകൾ, പ്ലിൻ ബീം, റൂഫ് ബീം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കാണുന്നത് ഒരു നില കെട്ടിടമാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇനിയും നിർമ്മിതി വേണമെന്ന് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഭാവിയിൽ തോന്നിയാൽ കൂടുതൽ നിലകൾ നിർമ്മിക്കാൻ ഉതകും തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൻ്റെ മേലെ തന്നെ നിർമ്മിക്കാൻ നടത്തും. അതോടൊപ്പം വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഗുണമേന്മ പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓരോ സാധന സാമഗ്രിയും നിർമ്മാണ സ്ഥലത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം മൂന്നാമതൊരു സ്വതന്ത്ര ഏജൻസിയുടെ ടെസ്റ്റിങ്ങിന് കൂടി വിധേയമാക്കും. അതിനുശേഷമാണ് സാമ്പിളുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്.
ഇവിടെ കാണേണ്ടത് 58 തരം പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഓരോ വീടിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഓരോ നിർമ്മാണ ഘട്ടത്തിനു മുൻപും ശേഷവും പരിശോധിച്ച് നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതായി ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിലുള്ള ഓരോ പരിശോധനയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓരോ പരിശോധനയുടെ വീഡിയോയും അതുപോലെ ഫോട്ടോയും എടുത്ത് സൂക്ഷിക്കുന്നു. ഈ രീതിയിൽ ഒരു തരത്തിലുള്ള പോരായ്മയും ഇല്ലാതെയാണ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും മുൻപോട്ട് കൊണ്ടുപോയത്. വീടുകൾക്ക് പൂർണ്ണനാശം സംഭവിച്ച വ്യക്തികൾക്കുള്ള വീടുകളാണ് ആദ്യഘട്ടമായി വിതരണം ചെയ്യുന്നത്. ദുരിതബാധിതർക്ക് സർക്കാർ 2 ഓപ്ഷനുകൾ നൽകിയിരുന്നു. ഒന്നുകിൽ അവർക്ക് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിൽ ഒരു വീട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുനരധിവാസ തുകയായി 15 ലക്ഷം രൂപ സ്വീകരിക്കാം. മഹാഭൂരിപക്ഷം കുടുംബങ്ങളും സർക്കാരിൻ്റെ ടൗൺഷിപ്പിലുള്ള വീട് തന്നെ സ്വീകരിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഗുണമേന്മയും സ്വീകാര്യതയും വെളിവാക്കുകയാണ്. ദുരന്തത്തിൽ നഷ്ടമുണ്ടായ സംരംഭകർക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള പുനരുജ്ജീവന പദ്ധതിയും നടപ്പാക്കുകയാണ്. അതും ബന്ധപ്പെട്ടവർക്ക് സ്വീകാര്യമായ നിലയിലാണ്. ഇതോടൊപ്പം KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കോംപ്ലക്സും ഇന്ന് നാടിന് ആശുപത്രി അനക്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവും ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം, കൽപ്പറ്റ ജനറൽ ആശുപത്രി അനുവദിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഉണ്ട്. അതിനുവേണ്ടി 43 കോടി രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നിർമ്മിക്കാനായിട്ടില്ല. ഇപ്പോൾ KSFEയുടെ ഇത്തരമൊരു ഓഫർ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനുമുള്ള സ്ഥലവും ഇവിടെ അനുവദിക്കുന്നതാണ്. അതോടൊപ്പം ഉള്ളൊരു പ്രശ്നം, ഇവിടെയുള്ള കുട്ടികളടക്കം പോകേണ്ട സ്കൂളാണ് കൽപ്പറ്റ ഗവൺമെൻറ് LP സ്കൂൾ. ആ ഗവൺമെൻറ് LP സ്കൂളിന് അവിടെ വലിയ പരിമിതിയാണുള്ളത്. അത് സ്ഥലപരിമിതി കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് LP സ്കൂൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്ഥലവും അനുവദിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളത്. ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഈ വീടുകൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച, അവിടെ 2 ഷെൽഫുകൾ ഓരോ ബെഡ്റൂമിലായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കുകയാണല്ലോ, അല്പം ഫർണിച്ചർ കൂടി വേണമല്ലോ. അതുകൊണ്ട് എല്ലാ വീടിനും ആവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൂടി നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. മനുഷ്യർ ഭേദചിന്തകൾക്ക് അതീതമായി പരസ്പരം താങ്ങും തണലുമാകുന്ന കേരള മാതൃക, അതാണ് വീണ്ടും ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. വിദ്വേഷങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ മനുഷ്യർ ഇടകലരുന്ന ഇടങ്ങളെല്ലാം ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട്. അവരാണ് കേരളത്തിനെക്കുറിച്ച് വ്യാജ നിർമ്മിതികൾ, വ്യാജ പ്രചരണങ്ങൾ, അതിനുവേണ്ടിയുള്ള സിനിമകളടക്കം നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇത്തരം നടപടികളോട് പൂർണ്ണ സഹകരണമാണുള്ളത്. വളരെ ദുഃഖകരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തിങ്ങി വരുന്നുണ്ടെങ്കിലും ദുരന്തത്തിൻ്റെ, എന്നാൽ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്. ഇവിടെ പുതിയ വീടുകളിൽ
താമസിക്കുന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കുന്നത്. എന്നാൽ ഇതേ നിമിഷം താമസ സ്ഥലത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്നവർ, കൊല ചെയ്യപ്പെടുന്നവർ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. വല്ലാത്ത നടുക്കത്തിലാണ് നമ്മുടെ നാടും ലോകവും ഇപ്പോഴുള്ളത്. മനുഷ്യർ തമ്മിൽ പാലിക്കുന്ന മര്യാദ പോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അതേ അഭിപ്രായം തന്നെ ആവണം മറ്റൊരു രാജ്യത്തിന് എന്ന് നിർബന്ധിക്കാനാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, യുദ്ധവെറി. പിന്നെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. അതാണ് ഒരു രാജ്യത്തിനകത്ത് കടന്ന് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അവിടെ നിന്ന് ഭാര്യയടക്കം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച ലോകം കണ്ടത്. ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമല്ലത്. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിനു മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞോ? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ച് വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കൊച്ചുമോളെയും മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മേലെ നിന്ന് നിങ്ങൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും മറ്റും കയ്യിലുണ്ട്. അത് വെച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയായി ആ രാഷ്ട്രം കണക്കാക്കുന്ന വ്യക്തിയെപ്പോലും കൊല ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര ഇതുപോലുള്ള അതിക്രമങ്ങൾ! എന്താണിപ്പോൾ അതിൻ്റെ ഭാഗം? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണല്ലോ, ഉത്കണ്ഠയിലാണല്ലോ, വേവലാതിയിലാണല്ലോ. മകനും മകളും വേണ്ടപ്പെട്ടവരും എല്ലാം പലരും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങളായി വന്നല്ലോ. ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ തയ്യാറാവണ്ടേ? ഞാനിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാടിൻ്റെ ഉത്കണ്ഠ, നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിലാണ് ഗൾഫ് നാടുകളിലുള്ളത്. അവരെല്ലാം വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭ്രാന്തമായ നടപടികളാണ്. അവർക്കതിനു പറ്റിയ ചങ്ങാതി മറ്റൊരു ലോകതെമ്മാടി ഇസ്രയേൽ. ഈ രണ്ടു കൂട്ടരും കൂടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ വികാരം നാം ഒന്നടങ്കം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെയും ജനങ്ങളുടെ ഐക്യത്തിൻ്റെയും നാം പ്രകടിപ്പിക്കുന്ന
സാഹോദര്യ ബന്ധത്തിൻ്റെയും ഭാഗമായി നാടും ജനങ്ങളും എല്ലാം നൽകിയ പിന്തുണയുടെ ഭാഗമായാണ് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അടുത്തതായി ഒന്നാം ഘട്ട വീടുകൾ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് പട്ടയ വിതരണം നടത്തുന്ന ചടങ്ങാണ്. ഗുണഭോക്താക്കൾക്ക് പട്ടയം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ആദ്യ ഗുണഭോക്താവായി അവ്യക്ത് എം, കിഴക്കേ തെക്കുംകര വീട്, വെള്ളാർമല. അവന്തിക പ്രശോഭ്, കനകക്കുന്നിൽ, ചൂരൽമല. മാധവി, ഗോകുലം വീട്, വെള്ളാർമല. നൈസാമോൾ, പാണക്കാടൻ വീട്. നൈസാമോൾ, പാണക്കാടൻ വീട്. അതോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരായ ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 13 കുടുംബങ്ങൾക്കുള്ള വനാവകാശ നിയമപ്രകാരമുള്ള കൈവശാവകാശ രേഖ കൈമാറുന്നതിനായി അവരുടെ പ്രതിനിധിയായി ചണ്ണ പുഞ്ചിരിമട്ടം ഉന്നതിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 178 പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി അതോടൊപ്പം തന്നെ DYFI സംഭാവന ചെയ്ത TV-യും ഇന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ DYFI 178 TV നൽകുന്നുണ്ട്. പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി 15 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കൗണ്ടറിൽ 1 മുതൽ 12 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, രണ്ടാമത്തെ കൗണ്ടറിൽ 13 മുതൽ 24 വരെയുള്ള പട്ടയങ്ങളും,
വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ശ്രീ MG രാജമാണിക്യം IASനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ടരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുനരധിവാസത്തിൻ്റെ ഉദ്ഘാടനമാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാതൃക ടൗൺഷിപ്പ് ഇന്ന് ആദ്യഘട്ടമായി ഉദ്ഘാടനം നടത്തിയപ്പോൾ ഏകദേശം 49 ഹെക്ടറിലുള്ള 121 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ടൗൺഷിപ്പ് 410 കുടുംബങ്ങൾക്ക് 7 സെന്റ് വീതമുള്ള സ്വന്തം പ്ലാട്ടുകൾ 1000 ചതുരശ്ര അടി വീതമുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഏകദേശം 299 കോടി രൂപ ചെലവിലാണ് കൽപ്പേട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റി എന്ന കരാറുകാരും അതുപോലെ തന്നെ കിഫ്കാനാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, സ്പെഷ്യൽ ഓഫീസർ, CBO ഡോക്ടർ അരുൺ, കളക്ടർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പ്രോജക്റ്റിൽ നേതൃത്വം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ദുരന്ത സാധ്യത ഇല്ലാത്ത മേഖലയാണെന്ന് CWDRMും അതുപോലെ തന്നെ KSDMയും പഠനം നടത്തി സ്ഥിരീകരിച്ച സ്ഥലത്താണ് ഈ എസ്റ്റേറ്റിൽ നിന്ന് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഹരിതവുമായ ടൗൺഷിപ്പാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 35% സ്ഥലം ഹരിത ഇടമായാണ് സംരക്ഷിച്ചിരിക്കുന്നു. 1500 തദ്ദേശീയ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ജലസംരക്ഷണത്തിന് വേണ്ടി 9 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കേന്ദ്രീകൃത ജലസംഭരണി, 10 സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ നിർമ്മിതമാകുന്നത്. അതുപോലെ തന്നെ 100% ശുദ്ധീകരിച്ച വെള്ളമാണ് കൃഷിക്കും പൂന്തോട്ടത്തിനും ഉപയോഗിക്കുന്നത്. ഓരോ വീട്ടിലുമുള്ള 2 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പാനൽ ഉൾപ്പെടെ 860 കിലോവാട്ട് സോളാറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സെൻറ്ററിന് 20 കിലോവാട്ട് സോളാറും ബാറ്ററിയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 58 ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ വീടും പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സിവിൽ വർക്കുകൾക്ക് 5 വർഷത്തെ വാറണ്ടി, ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് പൂർണ്ണമായ ഡിഫക്റ്റ് ലയബിലിറ്റി ഉൾപ്പെടെയുള്ള 5 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ 2ാം നില പണിയാൻ സാധിക്കുന്ന രീതിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 327 കുടുംബങ്ങളും ടൗൺഷിപ്പുകളും വീട് നമ്മൾ തിരഞ്ഞെടുത്ത് ഇത് പദ്ധതിയുടെ ജനസ്വീകാര്യതയെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഈ ടൗൺഷിപ്പിൽ ഇന്ന് 178 ഗുണഭോക്താക്കൾക്കാണ് വീടുകളും പട്ടയവും കൈമാറിയിരിക്കുന്നു. ബാക്കി വരുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ 11.42 കിലോമീറ്റർ റോഡ്, 11.5 കിലോമീറ്റർ ഡ്രെയിനേജ്, 9.8 കിലോമീറ്റർ സിവർ മെയിൻ, 10.2 കിലോമീറ്റർ യൂട്ടിലിറ്റി ഡക്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ടൗൺഷിപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണ തത്വത്തിൻ്റെ മൂർത്തിഭാവമാണ് ഈ ടൗൺഷിപ്പ്. ലോകത്തിൽ ഏറ്റവും മികച്ച ദുരന്ത പുനരധിവാസ മാതൃകകൾ ഒന്നായി ഇത് വിലയിരുത്തപ്പെടും. ഒപ്പം തന്നെ നമ്മൾ ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവും ജനങ്ങളുടെ പിന്തുണയും ചേർന്ന് ഈ അപൂർവ നേട്ടത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ ദുരന്തബാധിതമായ എല്ലാ കുടുംബങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി വേദിയിലുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, അധ്യക്ഷൻ